നല്ല സോഫ്റ്റ് ചോക്ലേറ്റാ. താങ്ക് യു. കൂടുതൽ കഴിച്ചാൽ ഷുഗർ കൂടുവേ. ഒരെണ്ണമേ തിന്നുള്ളൂ ഒരു നേരം. നല്ല കുട്ടി. ഉയ് ഉയ് അമ്മൂമ്മ ഞാൻ കൈക്കൂലി കൊടുത്ത് ഒതുക്കി. എന്താ ഇവിടെ എന്താ കാര്യം? കുറച്ച് ലോ പോയിന്റ്സ് ക്ലാരിഫൈ ചെയ്യാനുണ്ടായിരുന്നു. അതിന് ഞാൻ വക്കീലല്ലോ. എന്നാലും എന്റെ വക്കാലത്തല്ലേ. അമ്മ ആരോമലുണ്ണി അമ്മ അണിയൂ തിരുമാറിലണിയൂ അമ്മ. കുട്ടി അമ്മ പോയോ? എന്താ സംശയം? ജാതി മത ഭേദമന്യേ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമാണല്ലോ 1954 പ്രത്യേക വിവാഹ നിയമം. പക്ഷെ ചില നിബന്ധനകളും ഉപാധികളൊക്കെ ഉണ്ട്. അറിയാം. അവരിലാർക്കും ഭർത്താവോ ഭാര്യയോ ഉണ്ടാവരുത്. വയസ്സ് വരൻ 21 വധുവിന് 18 കഴിഞ്ഞിരിക്കണം. രണ്ടുപേരും കൂടി ഒപ്പിട്ട അപേക്ഷ വിവാഹ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. അച്ഛൻ അല്ലല്ല മകൻ മകൻ. ഗിഞ്ചറ പൊട്ടിപ്പോയി. നോട്ടീസിന്റെ കോപ്പി നോട്ടീസ് ബോർഡിൽ പതിച്ച്. നോട്ടീസ് പതിച്ച് 1 മാസം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം. 3 സാക്ഷികൾ വേണ്ടേ രജിസ്ട്രാറുടെ മുമ്പാകെ? 3 വേണം. എ ആയി ഞാൻ ബി ആയി നിന്നെ എന്റെ നിയമാനുസൃത ഭാര്യയെ സ്വീകരിക്കുന്നു. ബി ആയി ഞാൻ എ ആയി നിന്നെ എന്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിക്കുന്നു. എങ്കിലല്ലേ വിവാഹം പൂർത്തിയാവൂ. അങ്ങനെ വേണം. കുക്കു എന്ന ക്രിസ്ത്യൻ യുവതിക്ക് നാരായണൻകുട്ടി എന്ന ഹിന്ദു യുവാവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. നിർദ്ദിഷ്ട ഫോറത്തിൽ ഞാൻ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതാ നാരായണൻകുട്ടിക്ക് കുക്കുനെ ഇഷ്ടമാണെങ്കിൽ ഇതിലൊപ്പിടാം, അല്ലെങ്കിൽ കയറി കളയാം. ഇക്കരയാണെന്റെ താമസം അക്കരയാണെന്റെ മാനസം. வணக்கம் சார், வந்ததுல ரொம்ப சந்தோஷம். இது சாரோட ஒய்ஃப், இது பௌர்ணமி, இது அமாவாசை என்னோட ஒய்ஃப். இந்த அமாவாசையோட சிஸ்டரோட மேரேஜ் ஆகும். നിർദ്ദിഷ്ട ഫോറം ഞാൻ കീറി കിടന്നിട്ടില്ല. ഒപ്പിട്ടോ? ഒപ്പിട്ടു. എന്നതാ ഇത്?
என்ன ഒന്നുമില്ലേ ஊஞ்சல் என்ன விலை കോലം പൊട്ടിക്കാലോ കാല് വഴിക്കിടുത്ത് ചന്തി ഊഞ്ചാലിന്റെ പെട്ടുകൊടുത്ത് ആടിയിട്ടെ അവളോ அப்படியா മാമാ വയറുമുട്ട സാപ്പിട്ടാ പോണോ മാമി மாமி சாப்பாடு ரெடியா என்ன தெரியாம பட்டுருச்சு சாப்பாடு ரெடி അപ്പോ ഒപ്പിട്ട് കഴിഞ്ഞാൽ സാറ് ഈ നോട്ടീസ് പതിക്കും അത് പതിച്ചു കഴിഞ്ഞാൽ 30 days വാലിഡിറ്റി അല്ല നമ്മൾ ഒപ്പിടുന്നതിന് മുമ്പ് എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ ദാ ഇവിടെ All the best. Oh. Wish you happy and prosperous married life. അതെനിക്കിനി സമയമുണ്ടെന്ന് ഇനി പൊട്ടിച്ച് എത്ര ദിവസം കഴിച്ചിട്ട് പിടിച്ചാട്ടെ ഇത് ഇങ്ങോട്ട് പിടിച്ചാട്ടെ അങ്ങോട്ട് ഇട്ടാട്ടെ ആദ്യം അത്ര കാഴ്ച മുങ്ങാറങ്ങാം സമയങ്ങളണ്ട വാ രണ്ടുപേരും മാല ഞാൻ നട്ടെ ഒന്ന് വേഗം വാ പോ. വേഗം വേഗം വാ വേഗം വാ ഇവന് എവിടുന്ന് മേടിച്ച മാലയാണോ ഒരു കാര്യം പറയട്ടെ എന്താ അങ്ങോട്ട് പോവാം തള്ളല്ലേ നാരായണൻകുട്ടി ഞാൻ റെഡി പോവാം എങ്ങോട്ട് എങ്ങോട്ടെന്നോ നാരായണൻകുട്ടിയുടെ കൂടെ വാ എന്റെ കൂടെയോ കുക്കു എന്തായി പറയുന്നത് നാരായണൻകുട്ടി പറ്റില്ല പറ്റില്ലെന്നോ പിന്നെ ഞാൻ എന്താ ചെയ്യാ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ലെഫ്റ്റ് തിരിഞ്ഞ് മെയിൻ റോഡ് നേരെ സ്ട്രെയിറ്റ് പിടിച്ചാലേ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരും അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ ക്രൈസ്റ്റ് നഗർ സ്കൂള് നേരെ താഴേക്ക് ഇറങ്ങി മൂന്നാമത്തെ ലെഫ്റ്റിൽ ഫസ്റ്റ് വീട് അതെന്റെ വീടല്ലേ അത് തന്നെ വീട്ടിലേക്ക് പോയിക്കോ അസലായി ഡാഡി അറിഞ്ഞ അതോടെ തീർന്നു ഞാൻ നാരായണൻകുട്ടിയുടെ കൂടെ വരും 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 എനിക്ക് വയ്യ വീട്ടിൽ പോവാൻ കുക്കു അതെങ്ങനെയാ ശരിയാവുക നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അതിനുള്ള നോട്ടീസ് കൊടുത്തിട്ടില്ലേ ഉള്ളൂ ഇനിയും 30 ദിവസം കഴിയണം മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാൻ അതുവരെ ഞാനും കുക്കുവും തമ്മിൽ നിയമാനുസൃതം യാതൊരു ബന്ധവുമില്ല ഇതേ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 അത് നാരായണൻകുട്ടിയുടെ വേർഷൻ ഞാൻ പറയുന്നു ഐ എം മാരീഡ് ടു നാരായണൻകുട്ടി ഇന്ന് മുതൽ ലേഡി വക്കാലത്ത് ഈ നാരായണൻകുട്ടി എന്ത് ഭീരുവാ ഒരു സില്ലി നിയമം പോലും തെറ്റിക്കാൻ ഇത്ര പേടിയാ നിയമത്തെ പേടിക്ക് എന്തിന് നിയമം അനുസരിക്കണം അതാണ് പൗരധർമ്മം ഒരു നിയമവും നമ്മളത്ര നിസ്സാരമായിട്ട് കാണാൻ പാടില്ല കുക്കു പോയിക്കോളൂ 30 ദിവസം ഒരു മാസമല്ലേ ഉള്ളൂ കാണാം ബൈ അതെ DGP കുര്യൻ സാറിന്റെ മകളാണെന്ന് സാറിന് തോന്നും ആർക്കും തോന്നാം കാരണം കോൺസ്റ്റബിൾ കൃഷ്ണനായരുടെ വകയിലെ ഭാര്യയുടെ അമ്മാവന്റെ അനന്തരവന്റെ ശേഷക്കാരനെയാണല്ലോ ഇന്നാൾ ആലപ്പുഴയിൽ നിന്ന് കല്യാണം കഴിച്ച തലയോറപ്പുറം ഇപ്പൊ കെട്ടിച്ചു കൊടുത്ത വർഗീസിന്റെ മൂത്ത മകളുടെ സഹോദരി എന്ന് പറയുന്ന ആളാ